നീ ഇവനെങ്ങനെ വിടാൻ തീരുമാനിച്ചേക്കാണോ? അല്ല പിന്നെ ഞാനെന്ത് ചെയ്യും? എടാ കനക, നീ ഒരു പണി, ഒന്നില്ല അവനോട് എവിടെയെങ്കിലും ജോലി എടുത്ത് ജീവിക്കാൻ പറ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ പറ. എടാ ഇത് ഇന്നും ഒന്നിനും പറയൽ തുടങ്ങിയതല്ലോ. അവൻ അവിടെ കാലെടുത്ത് കുത്തി അന്ന് മുതൽ പറയൽ തുടങ്ങിയതല്ലേ. നീ എന്തെങ്കിലും ജോലിക്ക് പോ, ഇല്ലെങ്കിൽ മാറി താമസിക്കുന്നു പറഞ്ഞ കേക്കണ്ടേന്ന്. നിന്നെയൊക്കെ കൊള്ളൂലാഞ്ഞിട്ട് ഇവനെയൊക്കെ വെച്ച് പുന്നാരിച്ചിട്ടാണ്. എന്റെ വീട്ടിലാണ് ഇങ്ങനത്തെ ഒരു അളിയനൊക്കെ ഉണ്ടല്ലോ, ഞാൻ വല്ല ഷോക്കും കൊടുത്തു വന്നാനെ അവനേക്കാ. ആ ബാക്കി കാര്യങ്ങൾ നോക്കിയാൽ മതിയല്ല. എന്താ പറഞ്ഞ, രാവിലെ പല്ലും തേച്ച് മോറ് കഴുകി അളിയന്റെ നെഞ്ചത്തോട്ട് കയറാ. ഏതെങ്കിലും കുടുംബത്തിൽ നടക്കുവോ? എവിടെ നടക്കില്ല, എന്റെ കുടുംബത്തിൽ മാത്രമേ നടക്കൂ. അവിടെ എല്ലാവർക്കും ചെറിയ ഓസുവാസിൽ കന്നാസ് ഉണ്ടെന്നാ നാട്ടിൽ പറയണ. എന്ത്? അല്ല, ചെറിയ എന്തോ ത്രെഡ് ലൂസായി കിടക്കുകയാണെന്ന് എല്ലാവർക്കും. ആളുകൾ ദിവസം ഈ വഴക്കല്ലേ കേൾക്കണ. പറഞ്ഞിട്ട് കാര്യമില്ല. വെറുതെ ആ ചെടിയിൽ തുപ്പിയിട്ടെന്നും പറഞ്ഞാണ് ആരെങ്കിലും കേട്ടാ നാണക്കേടല്ലേ. ആ പിശാചൻ അന്ന് ആ ഗൾഫിൽ നിന്ന് തിരിച്ചു വിളിച്ചാൽ വലിയ പാട്. അവിടെ കടന്നിട്ടാ മതിയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ അവൻ അവിടെ നിന്ന് പണിയെടുക്കട്ടെ എന്ന് പറയുമ്പോൾ നിനക്ക് പറ്റിയില്ലല്ലോ. നീ ഇവിടെ നിന്ന് പൈസ അയച്ചു കൊടുത്തിട്ട് അവൻ ഇങ്ങാട് വരുത്തി. നിനക്ക് ഇങ്ങനെ തല്ലി പിടിക്കണതായിരിക്കും ഇഷ്ടം. തല്ല് പിടിക്കണ ഇഷ്ടമായിട്ടല്ലടോ, ആ തങ്കത്തിന്റെ മോന്തിമോറും കണ്ടിട്ടല്ലേ. എന്ത് തങ്കവും തുങ്കോ, എനിക്കിതൊന്നും അങ്ങോട്ട് ശരിയായിട്ട് തോന്നണില്ല. ദിവസവും അലച്ചണ്ട ഉണ്ടാക്കാനാണ് ജീവിച്ചിട്ട് എന്താ കാര്യം. ഇനിയിപ്പോ അവിടുന്ന് വേറെ എവിടേക്കാലും മാറുള്ളൂ. ഇന്നവൻ ചെടിയിൽ തുപ്പിയിട്ട് നാളെ നിന്റെ ഭക്ഷണത്തിൽ നപ്പിയിട്ട് വെക്കും. അപ്പൊ പറയാൻ പറ്റൂല കുഞ്ഞാരിച്ചി. അത് പോട്ടെ, വെറുതെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ തലയ്ക്ക് ഭ്രാന്താവും. അല്ലെ, എനിക്കൊന്ന് ഹാലിളകിന്ന് ഞാൻ പറഞ്ഞു ഇട്ട് കൊടുത്താനേ. ഇപ്പൊ മനുഷ്യന്റെ കയ്യിൽ നിന്ന് അങ്ങനെയൊക്കെ വന്നാലേ. ഞാനാണെങ്കിൽ തീക്കുണ്ടായിരുത്തിന്നാണ് ഈ വന്നത്. അതിന്റെ ഇടയിലാണ് ഇത് ഇവന്റെ പുന്നാരം. അത് കള. നമുക്ക് മറ്റേ ആ ടച്ചിങ് വെട്ടാൻ പോകണ്ടിട്ട്. ടച്ചിങ്ങേ മരച്ചില്ല വെട്ടിക്കളയണോന്ന്. എന്നാ വാ, ഇറങ്ങി പോ. എന്താണ്? ഓ, ഇത് എപ്പോഴെപ്പോഴും കാണിക്കട്ടെ. ഞാൻ പുഴു കുത്തിയതാണെന്ന് തോന്നുന്നല്ലോ. മാമിയല്ലേ പറഞ്ഞ. മാമി രാവിലെ ഞാൻ വെള്ളം ഒഴിച്ചോളാം, വൈകുന്നേരം മാമി ഒഴിക്കുമെന്ന്. മക്കളെ, മാമി ഉച്ചയ്ക്കും കൂടി വന്ന് നോക്കിയതാണ്. അപ്പൊ ഒരു കുഴപ്പമില്ലായിരുന്നേ. നീ കരയാതെ നാത്തൂനെ. എന്താ അമ്മ? അയ്യോ എന്റെ അമ്മ, എന്റെ ചെടി ഓടിപ്പോയോ. അതൊരു ചെടിയല്ലേ. അതിനൊരുപാട് ദാഹിച്ചാണോല്ലേ അമ്മ, പാവം. എന്റെ ചെടി മരിച്ചോയേ. ചെടി മരിച്ചോയി. ഞാൻ പേടിച്ചു പോയി മക്കളെ. ആ ചെടി എന്നല്ല, മനുഷ്യൻ വരെ മരിച്ചു. അങ്ങനത്തെ ഒരു വലിയ വിഷം ആ വീട്ടിലുണ്ട്. വല്ലവന്റെ വീട്ടിലെ ചെടി കരഞ്ഞാൽ നീ എന്നിട്ട് ഇങ്ങനെയാണെന്ന് നോക്കുന്നത്. ഇത് വലുതായിട്ട് ഒരാഴ്ച കഴിഞ്ഞ് കൊണ്ടു കൊടുക്കാറുള്ളതാണ്. സാരി, നമുക്ക് വേറെ എന്റെ കുഞ്ഞിനോട് ആര് ചെയ്താലും അവർക്ക് കുടം പിടിക്കത്തില്ല. മക്കളെ സാരല്ലേ, നമുക്ക് വേറെ വച്ച് പിടിപ്പിക്കാം.